guys, so സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് മൈക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഇഷ്ടമുള്ള എന്റെ ഫസ്റ്റ് വീഡിയോ ആൻഡ് ഫസ്റ്റ് ബ്ലോഗ് ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് Q&A ആണ്. അപ്പം ആക്ച്വലി Q&A ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആസ്ക് മീ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തും ചോദിച്ചോളൂ, ഞാനത് വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടാമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ കുറെ പേര് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസും കോംപ്ലിമെന്റ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കുറച്ച് ആയിട്ട് ഞാൻ റിപ്ലൈ ആക്ച്വലി കുറെ മെസ്സേജ് ഇട്ടതിൽ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്നെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എന്റെ പേര് കാത്തു എന്നാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാൻ അതിൽ വീഡിയോസ് ഒക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടാറുണ്ട്. അതിൽ അത്യാവശ്യം നല്ല എന്നെ സംബന്ധിച്ച് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ പേരും ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനൊരു ഏവിയേഷൻ സ്റ്റുഡന്റ് ആണ്. അപ്പം ചേച്ചി ഏത് ഏവിയേഷനാണ് പഠിക്കുന്നത്, പിന്നെ എന്റെ അക്കാഡമിയെ പറ്റിയിട്ടാണ് ഒരു 50% ആൾക്കാരും അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ പേര് എനിക്ക് കോംപ്ലിമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഗായ്സ്. കുറച്ച് പേരെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഞാൻ ലാഗ് ആക്കുന്നില്ല, ഈ ക്വസ്റ്റ്യൻ Q&Aയിലോട്ട് പോകുന്നതായിട്ട്. അപ്പം ഇതില് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഹൂ ഇസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ എന്നാണ്. അപ്പം എന്റെ ഫേവറേറ്റ് പേഴ്സൺ ഓഫ് കോഴ്സ് റൈറ്റ് മൈ മോം. എല്ലാവർക്കും ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം പാരന്റ്സ് ആണ്. ഓക്കെ, എന്റെ അമ്മയാണ് എന്റെ ഫേവറേറ്റ് പേഴ്സൺ. ഓക്കെ, പിന്നെ വന്നിട്ട് ആക്ച്വലി ഇതിൽ കുറെ കോമഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനത് എനിക്കത് കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്, ബട്ട് അത് ഞാൻ ഇടുന്നില്ല. ഓക്കെ, അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് വാട്ട്സ് യുവർ ഡ്രീം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ ഡ്രീം ഓഫ് കോഴ്സ് ഒരു ഏവിയേഷൻ സ്റ്റുഡന്റ് ആയ എന്റെ ഒരു ഡ്രീം വന്നിട്ട് ക്യാബിൻ ക്രൂ ആവുക എന്നതാണ്. സോ ഐ വോണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ, ആസ് എനിക്കൊരു ഇന്റർനാഷണൽ ക്യാബിൻ ക്രൂ ആവാന്നാണ്. ഇപ്പൊ എനിക്കൊരു ഡ്രീം ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്കത് എടുത്തു ചാടി എന്റെ ഡ്രീം ക്യാബിൻ ക്രൂ ആവാനാണ് എന്ന് വെച്ചിട്ട് എടുത്തു ചാടി ചെയ്യണം എന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതായത് ഇപ്പൊ ക്യാബിൻ ക്രൂ ആയപ്പോരെ, ഇപ്പൊ നിനക്ക് ഡൊമസ്റ്റിക്കലി കയറിക്കൂടെ, ക്യാബിൻ ക്രൂ ഇന്റർവ്യൂസ് വരുന്ന അറ്റൻഡ് ചെയ്തൂടെ, അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ആക്ച്വലി എനിക്ക് അങ്ങനെ എടുത്തു ചാടി ക്യാബിൻ ക്രൂ ആവാന്നല്ല എന്റെ ഡ്രീം ആണ്, ബട്ട് അത് ഇന്റർനാഷണല്, അതായത് പുറത്ത് പോയിട്ട് എനിക്ക് ക്യാബിൻ ക്രൂ ആവുന്നതാണ്. ഓക്കെ, പിന്നെ ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. എന്റെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ട്. ആക്ച്വലി എന്താ പറയാ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എടുക്കാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാവരും സ്നേഹിക്കാണ്. ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും എന്റെ പുറകിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. അതായത് നമ്മളുടെ അടുത്ത് വന്നിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആൾക്കാരുടെ അടുത്ത് പോയി നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട്സ് ആണ് എനിക്കുള്ളത്. അപ്പം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ആരെയും കൂട്ടിയിട്ടില്ല, ഇനി കൂട്ടത്തതുമില്ല. മേ ബി എന്റെ ടേസ്റ്റ് അറിയാവുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റൈറ്റ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹു ഡു യു സ്പെൻഡ് ദി മോസ്റ്റ് ടൈം വിത്ത്. ഓക്കെ, ഞാൻ കൂടുതലും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എന്റെ റൂംമേറ്റ്സ് ആയിട്ടാണ്. ആക്ച്വലി റൂംമേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്റെ ട്വിൻ സിസ്റ്റർ, എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, അവൾ, എന്റെ ഒരു കസിൻ സിസ്റ്റർ, പിന്നെ ആൻഡ് മൈ ഫ്രണ്ട് ഗംഗ. ഞങ്ങൾ 4 പേരായിട്ടാണ് ഈ റൂമിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലും ഇപ്പം പുറത്ത് പോവാനാവട്ടെ, റൂമിൽ നിൽക്കുന്നതാവട്ടെ, ഫുൾ ടൈം ഒരു 4 പേരും, അതായത് ഞങ്ങൾ 4 പേരും ആയിരിക്കും. സോ ഓഫ് കോഴ്സ് റൈറ്റ് ഞങ്ങളുടെ റൂംമേറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ഓക്കെ, പിന്നെ കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ Q&A ആയതുകൊണ്ട്. പിന്നെ ആസിഗ്നേഷനെ പറ്റിയിട്ട് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ ഇടാം. ഓക്കെ,
അതായത് ഈ ഫീസിനെ പറ്റിയിട്ടും പ്ലേസ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ക്യാൻ യു പോസ്റ്റ് മോർ വീഡിയോസ് അബൌട്ട് സിഗ്നേച്ചർ ഏവിയേഷൻ അക്കാഡമി. ഞാൻ പറഞ്ഞിട്ടില്ല, കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചത് ആ അക്കാഡമി പറ്റിയിട്ടാണ്. അപ്പം ഈ കുറെ വീഡിയോസ് ഇടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആക്ച്വലി എന്താ പറയാ, ഞാൻ അവിടെ ഞാനിപ്പോ അവിടെ പഠിക്കല്ല, ഞാനിപ്പോ പ്ലേസ്മെന്റ് ആയി. പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. ഇനിയിപ്പം ഇടാനായിട്ട് പറ്റൂലല്ലോ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ചേച്ചിയുടെ ഡെയിലി വ്ലോഗ്സ് പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ആക്ച്വലി എനിക്ക് ഡെയിലി വ്ലോഗ്സ് ഇടാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എണീക്കുമ്പം 12 മണി, വീട്ടിലുള്ള സമയത്താണെങ്കിൽ 12 മണി 1 മണിയൊക്കെ ആവും. പിന്നെ എണീച്ച ഉടനെ പോയി എന്താ പറയാ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും ഒരു സമയം. പിന്നെ എണീച്ച ഉടനെ എങ്ങനെയെങ്കിലും വിശന്നായിരിക്കും നമ്മൾ എണീക്കുക. അപ്പം എങ്ങനെയെങ്കിലും ഫുഡ് വെച്ചാൽ മതി എന്നുള്ളൊരിതാവും. ഇപ്പം വീഡിയോ എടുക്കാനുള്ള മൂഡോ അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷെ രാവിലെ എണീക്കുകയാണെങ്കിൽ ഞാൻ മിക്കപ്പോഴും എന്റെ യൂട്യൂബിൽ ഇടാറുണ്ട് മിനി വ്ളോഗ് പോലെ. ഞാൻ ഡെയിലി റുട്ടീൻ, മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. അത് പറ്റുമ്പോ ഞാൻ ഇടാറുണ്ട്. പിന്നെ പ്ലാൻസ് ഫോർ ഫ്യൂച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പം എനിക്ക് ഇതുപോലെ ക്യാബിൻ ക്രൂ ആവുക, സെറ്റിൽ ആവുക, അങ്ങനെയൊക്കെ തന്നെ. എല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ. പിന്നെ എനിക്ക് എന്റെ ഇതിനകത്ത് കുറെ ഇതുണ്ട്. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മേടിക്കുക, അതൊക്കെ തന്നെ. എല്ലാരെയും കണക്കൊക്കെ തന്നെ ഒരു ചെറിയ ആഗ്രഹങ്ങളെ എനിക്കും ഉള്ളൂ. പിന്നെ വാട്ട് അബൌട്ട് ജിഷ? ഓഫ് കോഴ്സ് റൈറ്റ്, ഇത് ജിഷ ചോദിച്ച ചോദ്യം തന്നെയാണ്, വാട്ട് അബൌട്ട് ജിഷ എന്നുള്ളത്. ഓക്കെ, അപ്പം ജിഷയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ +1 +2 ടൈമിലുള്ള ഒരു കണക്ഷനാണ് ഞാനും ജിഷയും തമ്മില്. അന്നേരം ആക്ച്വലി നല്ലതായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നു. അന്നേരം ഞങ്ങൾ അവളുടെ വീട്ടിൽ പോകുന്നു, ചില്ല് ചെയ്യുന്നു, ക്ലാസ്സിൽ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും അവളോട് ഓപ്പൺ ആയിട്ട് പറയുന്നു, അവളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നു. ബട്ട് അപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് അപ്പം ഇല്ലാത്ത ഒരു കണക്ഷനാണ് ഞാനും അവളും തമ്മിൽ ഇപ്പോൾ. അതായത് ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞു, 2 ഇയേഴ്സ് ആവാറായി. അപ്പം ഐ മീൻ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും കണക്ട് ആയിട്ടുണ്ടായിരുന്നത്. അതായത് എന്റെ 10th വരെ പഠിച്ച ഒരു ഫ്രണ്ട്സ് പോലും എന്നെ വിളിച്ചിട്ട് എന്താ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ എന്താ നിങ്ങൾ പുതിയ കോഴ്സ് പഠിക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ അവിടെ സേഫ് ആണോ, പിന്നെ അങ്ങനെ ഒരു ചോദ്യങ്ങളും ഒരു മെസ്സേജോ ഒരു കോൾസോ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവള് ഡെയിലി മെസ്സേജ് അയക്കാറുണ്ട്, തിരക്കാറുണ്ട്, അങ്ങനെ ലൈക്ക്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ടിനോട് എനിക്ക് അത്ര ഇതില്ല, അതുകൊണ്ട് ഇവളെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നില്ല. ഓഫ് കോഴ്സ് റൈറ്റ്, ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇവളെ എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കും, ഉറപ്പായിട്ട്. ഓക്കെ. പിന്നെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്, ഐലൈനർ ട്യൂട്ടോറിയൽ ചെയ്യൂ അങ്ങനൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഇപ്പോഴും മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഞാൻ ഇടാറുണ്ട്. പിന്നെ ഐലൈനർ എനിക്ക് ഫോൺ വഴി വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഫോൺ നോക്കി വരയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് കോള് വരുന്നു ഗൈസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ടോൾ ആർ യു? എന്റെ ഹൈറ്റ് വന്നിട്ട് 157 പോയിന്റ് സംതിങ് അങ്ങനെ എന്തോ ആണ് ഹൈറ്റ് വന്നിട്ട്.